ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങളുടെയും ഫൈനൽ മത്സരത്തിൻ്റെയും തീയതി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിലാണ് സെമി ഫൈനലും നടക്കുക. അതിനർത്ഥം ഡിസംബർ മാസത്തിൽ ഇനിയിപ്പോൾ ISL നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. മിക്കവാറും ജനുവരിയിൽ തന്നെയായിരിക്കും ISL തുടങ്ങുക. ഏതായാലും ISLൻ്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ISLൻ്റെ കാര്യത്തിൽ ഇതുവരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ബിഡുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. താല്പര്യം പ്രകടിപ്പിച്ച 4 കമ്പനികളും സമയം നീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം നവംബർ 7-ാം തീയതിയിലേക്ക് ആ ഒരു ഡെഡ് ലൈൻ നീട്ടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ബിഡ് സമർപ്പിക്കാൻ നിലവിലെ നടത്തിപ്പുകാരായ FSDL ഒരുക്കമാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് അവർ ബിഡ് നൽകുക. പക്ഷേ പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ISLൻ്റെ നടത്തിപ്പിൽ ഒരു അധികാരം ഉണ്ടായിരിക്കും. പക്ഷേ FSDL ഇത് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഒരു ബിഡ് ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് തുടരുന്നത്. അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം മറ്റ് 2 കമ്പനികൾ കൂടി ബിഡ് നൽകും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒന്ന് ജർമ്മൻ കമ്പനിയായ സ്പോർട്സ് 5ന് ഇതിൽ താല്പര്യമുണ്ട്. കൂടാതെ കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഷ്രാച്ചി സ്പോർട്സും ബിഡ് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇവർ ആരും തന്നെ അന്തിമ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. ഏതായാലും വരുന്ന 7-ാം തീയതിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 7-ാം തീയതിക്ക് മുന്നേ അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ലൈൻ അവസാനിക്കുന്നതിന് മുന്നേ ബിഡുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. FSDL തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഏതായാലും ജനുവരി മാസത്തിലായിരിക്കും മിക്കവാറും ISL ആരംഭിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.